ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. വെറും 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏതൊരു പായസത്തെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പായസം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റ് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഷേപ്പുകളാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. വേണമെങ്കിൽ ഉരുളയാക്കാം. ഞാനിന്നിവിടെ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഏത് ഷേപ്പ് ഉണ്ടാക്കിയാലും മാക്സിമം ചെറുതായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവ് മുഴുവനും ഏകദേശം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ തേങ്ങയുടെ 2ാം പാല് ഏകദേശം ഒരു 1.5 കപ്പ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉണ്ടകൾ ചേർത്ത് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രയും ചെറിയ ഉരുളകളാക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഉണ്ടയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് കറക്റ്റ് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഒന്നെടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇനി അടുത്തായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ശർക്കരയുടെയൊക്കെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പായസം നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗോതമ്പ് പൊടി കലക്കി ഒഴിക്കുന്നത്. ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും നമുക്ക് പായസം നന്നായിട്ട് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഈ ഉരുളകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.